ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ക്രൈസ്തവ സമർപ്പിതരുടെ ജീവിത സാക്ഷ്യങ്ങളുടെ ഉത്സവവേദിയായ ഗുഡ്നസ് TV അവതരിപ്പിക്കുന്ന സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ഈ സംവാദവേദിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. അനവധ്യ സുന്ദരമായ ഈണങ്ങളിലൂടെ മലയാളി മനസ്സുകളെ ആത്മീയതയിൽ ഉണർത്തിയ അഗസ്റ്റിൻ പുത്തമ്പുര VC എന്ന വൈദിക ശ്രേഷ്ഠനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അഗസ്റ്റിൻ പുത്തൻപുരയച്ചൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി സ്വദേശിയാണ്. പാലാ രൂപത പുത്തൻപുര ചാക്കോ റോസമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകൻ. വിൻസെൻഷ്യൻ സഭാംഗം. 1991 വൈദിക പട്ടം. ഏറ്റവും ഇളയ സഹോദരനും വിൻസെൻഷ്യൻ വൈദികനാണ്. ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ 35 വർഷം സുറിയാനി മൽപ്പാനായിരുന്ന മോൺസിഞ്ഞോർ ജോർജ് പുത്തൻപുരയുടെ കുടുംബാംഗമാണ് അഗസ്റ്റിനച്ചൻ. മുംബൈയിൽ 1993 മുതൽ 1997 വരെ പരേതനായ റവറൻഡ് ഡോക്ടർ ഫാദർ ചാൾസ് വാസ് SVDയുടെ കീഴിൽ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം പഠിച്ച് ബിരുദമെടുത്തു. ഒപ്പം ഓർഗണും തബലയും പഠിച്ചു. 2008 ജൂണിൽ ഡീപോൾ മ്യൂസിക് അക്കാദമി സ്ഥാപിച്ചു. അങ്കമാലിയിൽ ഇതിനോടകം 3700 കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. 450 പരം കുട്ടികൾ പലപ്പോഴായി അരങ്ങേറ്റം കുറിച്ചു. എറണാകുളം അങ്കമാലി രൂപതയിൽ അഗസ്റ്റിനച്ചൻ പഠിപ്പിച്ച 70 പരം കുട്ടികൾ 20 കത്തോലിക്ക ദേവാലയങ്ങളിൽ കീബോർഡ് വായിക്കുന്നുണ്ട്. 350 പരം ക്രിസ്തീയ ഗാനങ്ങൾക്ക് അഗസ്റ്റിനച്ചൻ സംഗീതം കൊടുത്തിട്ടുണ്ട്. വളരെ പ്രശസ്തമായ അൾത്താരയിൽ ആത്മബലിയായി, വിരിയു പ്രഭാതമേ, ശാലോം TV അഭിഷേകാഗ്നി പ്രോഗ്രാമിലെ ടൈറ്റിൽ സോങ്, പരിശുദ്ധാത്മാവേ സഹായിക എന്നിവ അവയിൽ ചിലത് മാത്രം. ഡീപോൾ മ്യൂസിക് അക്കാദമിയിലെ കുട്ടികളും മാതാപിതാക്കളും ചേർന്ന് 4 പ്രാവശ്യം സംഗീത സന്ധ്യയും 4 പ്രാവശ്യം ഗുഡ്നസ് TVയിൽ ക്രിസ്മസ് പ്രോഗ്രാമും നടത്തിയിട്ടുണ്ട്. സൺഡേ ദീപികയിലും സൺഡേ ശാലോം പത്രത്തിലും അഗസ്റ്റിനച്ചനെ കുറിച്ച് ശ്രദ്ധേയമായ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. 5 പ്രാവശ്യം അച്ഛനെ പൊതുവേദികളിൽ ആദരിച്ചിട്ടുണ്ട്. ആഴ്ചയിലെ 7 ദിവസങ്ങൾ കണക്കാക്കി പുലരിയിൽ നിദ്രയുണർന്നങ്ങേ എന്ന പരമ്പരാഗതമായ ഗാനത്തിന് 7 വ്യത്യസ്ത സംഗീതം കൊടുത്ത് ഗുഡ്നസ് TVയിൽ ഉദയഗീതമായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത രാഗങ്ങളിൽ അധിഷ്ഠിതമായി യേശുസാഗരം ഭജൻ ഗാന CD ഒരു വ്യത്യസ്ത സംരംഭമായിരുന്നു. ഫാദർ പോൾ പുതുവ VCയാണ് ഇതിൻ്റെ രചയിതാവ്. ഫാദർ അഗസ്റ്റിൻ പുത്തമ്പുരയ്ക്ക് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രഭാതത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനെത്തുന്ന ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മലയാളി ക്രൈസ്തവർ ഒരുമിച്ച് ഏറ്റുപാടിയിട്ടുള്ള ഒരു ഗാനമുണ്ട്. ആ ഗാനം ഒരുമിച്ചൊക്കെ പാടി നമുക്കങ്ങ് തുടങ്ങാം അല്ലേ? അച്ഛൻ തന്നെ അങ്ങ് തുടങ്ങിക്കോ. അൾത്താരയിൽ ആത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. സങ്കീർത്തിയില് തിരുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയത്ത് ഓരോ പുരോഹിതരും. അപ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത്. തീർച്ചയായും ഈ ഗാനത്തിന്റെ സംഗീതജ്ഞനാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. സന്തോഷത്തോടുകൂടി നമുക്ക് ഒരിക്കൽ കൂടി അച്ഛനെ സ്വാഗതം ചെയ്യാം. താങ്ക് യു ഫാദർ. ശരി. എങ്ങനെയായിരുന്നു ഈ സംഗീത സബരിയുടെ തുടക്കം എന്ന്
പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്കൂളിലെ മ്യൂസിക് ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ വരികയും പാടാൻ കഴിവുള്ള കുട്ടികളെ പുള്ളി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സാറ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഓരോരുത്തരെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള സമയത്ത് വന്ദേമാതരം എന്നുള്ള പാട്ട് പാടാനായിട്ട് പറഞ്ഞു. വന്ദേമാതരം ഞാനൊന്ന് ആ സാറ് പറഞ്ഞ രീതിയിൽ തന്നെ എനിക്ക് പാടാൻ സാധിച്ചു. അത് എനിക്ക് വലിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം മറ്റാരും അത്ര നന്നായിട്ട് പാടിയില്ല. എന്നെ പ്രത്യേകം പുള്ളി അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായിട്ട് അതാണ് ഒന്നാമത്തെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ കർണാട്ടിക് സംഗീതം കുറച്ച് നാൾ ഒരു 9-8 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാജഗോപാൽ മാഷ് എന്ന് പറഞ്ഞ ഒരു സാറിൻ്റെ അടുത്ത് കർണാട്ടിക് സംഗീതം കുറച്ച് നാൾ പഠിച്ചു. പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരി ശരിയാണല്ലോ, എന്തോരം പഠിച്ചു? ഒരു 1.5 വർഷം. അത് റെഗുലറായിട്ട് പോകാനും പറ്റിയില്ല, കുറച്ച് വർണ്ണങ്ങൾ വരെ എത്തിയായിരുന്നു കർണാട്ടിക് മ്യൂസിക്കിൻ്റെ. അത് ഒരു ഇതായിരുന്നു, അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ ആ സാറ് തന്നെ എന്നെ പഠിപ്പിച്ചൊരു സ്കൂളിൽ ഒരു പാട്ട് പാടിപ്പിച്ച് സ്കൂളിൽ പാടാനായിട്ട് എന്നെ ഒരു പുലയനാർ മണിയമ്മ എന്ന് പറഞ്ഞ പഴയ ഒരു അത് തന്നെ ആ പാട്ട് എന്നെ സാറ് പഠിപ്പിച്ച് പാടാനായിട്ട്. പക്ഷെ എനിക്ക് സഭാകമ്പം കൊണ്ട് എനിക്ക് പാട്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതാണ് ഒന്നാമത്തെ ഒരു അനുഭവം. എന്നാൽ അദ്ദേഹം പ്രത്യേകിച്ച് എൻ്റെ ചാച്ചനും അമ്മച്ചിയും കേട്ടോ, അവരൊക്കെ എന്നിലുള്ള കഴിവ് അവർ കണ്ടെത്തിയായിരുന്നു. അപ്പം എന്നിട്ട് പാടുന്നുണ്ട്. അതനുസരിച്ച് പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞാൽ സെമിനാരിലേക്ക് ചേരുവാണല്ലോ. സെമിനാരിൽ ഇങ്ങനെ ചേർന്ന് അപ്പോഴും നമുക്കിങ്ങനെ പാടാനും ഒക്കെ കഴിവുണ്ട്. ഹാർമോണിയൊക്കെ കണ്ടപ്പം അതിലേക്ക് തൊട്ട് പിടിച്ച് ഒക്കെ പാട്ടിൻ്റെ ഈണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഈണങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയതിൽ എനിക്ക് ആദ്യം ഞാൻ ഹാർമോണിയത്തിൽ ഒരു പാട്ട് വായിച്ച് ഞാൻ കണ്ടുപിടിച്ചു. അതെനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. ഈശോ എന്ന നാമം മധുരിത നാമം, മാനവർക്ക് ഇമ്പനാമം. അതെന്നെ ഒത്തിരി ആത്മവിശ്വാസം കൂട്ടിയായിരുന്നു. ഞാൻ ആ പാട്ടൊന്ന് പാടാം. തീർച്ചയായും. ഈശോ എന്ന നാമം മധുരിത നാമം, മാനവർക്കിമ്പനാമം. ഈശോ എന്ന നാമം മധുരിത നാമം, മാനവർക്കിമ്പനാമം. അങ്ങനെ പോകുന്നൊരു പാട്ട്. എത്രാമത്തെ വയസ്സിലാണ് ഇത് എനിക്ക് തോന്നുന്നത് ഞാനൊരു 16-17 വയസ്സ്. 16 സെമിനാരി ചേർന്ന് 2 വർഷം പെറ്റ് സെമിനാരിലായിരുന്നല്ലോ. 2 വർഷം ഞങ്ങള് തൃക്കാക്കര ക്രിസ്തുനിവാസിൽ. അപ്പൊ അവിടെ വെച്ചാണ് ഹാർമോണിയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പൊ അങ്ങനെ പഠിച്ച പാട്ടാണ് ആദ്യം സ്വയം കണ്ടെത്തിയ. പിന്നെ ഓരോരോ പാട്ടുകൾ ഇങ്ങനെ സ്വയം കണ്ടെത്താൻ ശ്രമിച്ചു. മനസ്സിൽ കിടക്കുന്ന ഈണം ഹാർമോണിയത്തിലൂടെ. അപ്പൊ എനിക്കിങ്ങനെ പാടാനുള്ള കഴിവ് കൊണ്ടെന്ന് റക്ടച്ചൻ മനസ്സിലാക്കിയപ്പോ എന്നെ കൊയർ മാസ്റ്റർ ആക്കി. കൊയർ മാസ്റ്റർ ആക്കി മെയിൻ സെമിനാരിൽ. അപ്പൊ ഞാൻ കൊയർ മാസ്റ്റർ സ്ഥാനത്തേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോവിഷ്യേറ്റ് കാലഘട്ടമായിരുന്നു. നോവിഷ്യേറ്റ് കാലഘട്ടം ഞങ്ങളുടെ വയനാട്ടിലെ മീനങ്ങാടി വെച്ച 1 വർഷം. അന്ന് ഇതിൽ കൂടുതൽ അവസരം കിട്ടിയായിരുന്നു. കാരണം അത് മിക്കവാറും പ്രാർത്ഥനയുടെ ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ. വേറെ ജോലികളോ പഠനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഒത്തിരി പാടാനും പ്രാർത്ഥിക്കാനും ഉള്ള അവസരങ്ങൾ കിട്ടിയപ്പോൾ ഒത്തിരി പാട്ടുകൾ ഞാൻ ഇങ്ങനെ ഹാർമോണിയത്തിൽ വായിക്കുന്നതോടൊപ്പം തന്നെ സ്വയം പാട്ടുകൾ കമ്പോസ് ചെയ്യാനും നോക്കി, പാട്ടുകൾക്ക് ട്യൂൺ ഇടാനും നോക്കി. അതാരെങ്കിലും പ്രചോദിപ്പിച്ചിട്ടാണോ? കാരണം ഞാൻ ആണെന്ന് തന്നെ പറയാം. കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന ബ്രദേഴ്സിൽ 1-2 പേര് നന്നായിട്ട് പാട്ട് എഴുതുന്നവരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വരികൾ കണ്ടപ്പോൾ ഞാൻ ഈണം കൊടുത്ത് അത് അങ്ങനെ പാടാനായിട്ട് പള്ളിയിൽ തന്നെ ആദ്യ ഈണം കൊടുത്ത പാട്ട് എന്ന് പറയാനായിട്ട് ആടുകൾക്ക് വാതിൽ ഞാനല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദിവ്യദർശനം എന്ന കാസറ്റിലൂടെ പുറത്തിറങ്ങി ഞാൻ അച്ഛനായ ശേഷം. ആടുകൾക്ക് വാതിൽ ഞാനല്ലോ, ആടുകൾക്ക് ജീവൻ ഞാനല്ലോ, എന്നിലൂടെ അകത്തണഞ്ഞെന്നാൽ രക്ഷ നേടും ദൈവഹൃദയം ഞാൻ. സ്നേഹമുള്ളോരിടയനാഥൻ പേരു ചൊല്ലി വിളിപ്പൂ എന്നെ സ്നേഹപൂർവം. ഞാൻ മറന്നുപോയി. എത്ര വർഷം മുമ്പ് ഇത് 18ാമത്തെ വയസ്സിലൊക്കെ ആണെന്ന് പറയാം.
അപ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. 18ാമത്തെ വയസ്സിൽ ആദ്യമായിട്ടൊരു പിന്നീട് ഈ പാട്ട് ജീവിതദർശനം എന്ന് പറഞ്ഞ കാസറ്റ് എന്റെ ആദ്യത്തെ വർക്കാണ്. അതാണ് അതിലൂടെ പാട്ട് പുറത്തു വരികയും ദിവ്യദർശനത്തിലെ ഏറ്റവും പ്രധാന ദിവ്യദർശനം നീയകണം പുണ്യസംഗമം എന്നുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, വളരെ ഫേമസ് ആണ്. അതൊന്ന് പാടിയത്. ദിവ്യദർശനം നീയേകണം പുണ്യസംഗമം നിന്നിലാകണം ഭവ്യഗാനമാലപിച്ച് ധ്യാനലീനരായി നിന്നിലൊന്നായി തീരുകൻ ജീവിതാശ ജീവിതാശ. ഇപ്പോഴും ഓടക്കുഴലിലൂടെ വരുന്ന പോലെ. അയ്യോ അങ്ങനെയൊന്നുമില്ല. വളരെ നല്ല വോയിസ് ആവട്ടെ, നല്ല അപ്പൊ ഈ പാട്ട് പിന്നെ ആ കൂടെ തന്നെ ചെയ്ത പാട്ടായിരുന്നു വിരിയു പ്രഭാതമേ. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടുന്ന ഇപ്പോഴും കേൾക്കുന്ന ആ പാട്ടാണ്, ഇപ്പോഴും പാടുന്നു അല്ലേ? അതൊന്നും അച്ഛനൊന്ന് പഠിക്കുന്നത്. വിരിയു പ്രഭാതമേ തെളിയു പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം വെളിച്ചമേ വിരിയു പ്രഭാതമേ തെളിയു പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം വെളിച്ചമേ. ഞങ്ങളുടെ ഫാദർ ആന്റണി പ്ലാക്കൽ അച്ഛനാണ് എഴുതിയത്. ഞങ്ങളുടെ മുൻ സുപ്പീരിയർ ജനറൽ ആയിരുന്നു. അദ്ദേഹം എഴുതിയ പാട്ടാണ്. അതേ എഴുതിയ പാട്ടാ. അച്ഛൻ ആദ്യം എഴുതി തന്ന പാട്ടാ. ഈ വേദിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? ആ ശരി. അദ്ദേഹം പറഞ്ഞിട്ടില്ല. എനിക്കിത് ഈ പാട്ടിന്റെ ട്യൂൺ തന്നത് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ്. ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്നു ആ കാലത്ത് ഫാദർ ജോർജ് കമ്മട്ടില്. അച്ഛൻ വിദേശത്ത് നിന്ന് അന്ന് ഒരു ചെറിയ കീബോർഡ്, അന്നൊന്നും കീബോർഡൊക്കെ വരുന്നേ ഉള്ളൂ, ഒരു കീബോർഡ് കൊണ്ടുവന്നു. അപ്പൊ അത് എന്നെ അങ്ങ് ഏൽപ്പിക്കുക ചെയ്തേ. അച്ഛൻ അത് വലിയ കാര്യമായിട്ട് എന്നെ അങ്ങ് ഏൽപ്പിച്ചു. ഞാൻ പാടുന്ന ആളായുണ്ട്. ആ കീബോർഡ് കണ്ട് അതിൽ ഞാൻ ആദ്യം ഈണിട്ട പാട്ട് വിരിയു പ്രഭാതമേ. ആ കീബോർഡ് വെച്ച് അതൊക്കെ ഒരു പ്രത്യേക അച്ഛന്മാരുടെ ഞങ്ങളുടെ സുപ്പീരിയേഴ്സിന്റെ ഒക്കെ ഒത്തിരി പ്രോത്സാഹനം. പ്രത്യേകിച്ച് ദിവ്യദർശനം പാട്ടൊക്കെ എഴുതിയത് ഫാദർ പോൾ പുതുവയാണ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ. അതൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. സ്നേഹം സഹനം സന്യാസത്തിന്റെ ഇൻട്രോഡക്ടറി സോങ് അദ്ദേഹത്തിന്റെ ആണല്ലോ. ആണല്ലേ? അതെ അതെ. ഈ പ്രോഗ്രാമിന്റെ ഇൻട്രോഡക്ടറി സോങ് ഞാൻ അച്ഛന്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ട്യൂൺ കൊടുത്തിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളൊരു കോമ്പിനേഷനിൽ അങ്ങനെ വളർന്നു വന്നേ. സെമിനാരിയിലും പിന്നീടും അച്ഛനായ ശേഷവും ഒക്കെ. എന്റെ 2 വർഷം സീനിയർ അച്ഛൻ, 2 വർഷം സീനിയറാ. നിങ്ങൾ തമ്മിലുള്ള കോമ്പയിൽ വന്ന ഏറ്റവും ഈ പാട്ടൊക്കെ ദിവ്യദർശനം നീയകണം പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര പുതുവച്ചൻ എഴുതിയത്. അതൊന്നും പാടട്ടെ. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര പ്രിയനേ തേടിയൻ യാത്ര ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാനാശ ഒന്നായി വാഴുവാനാശ പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. മനോഹരമായ ഒരു ലയമാണ് അച്ഛന്റെ ആ ഒരു മ്യൂസിക്കിനെ. ഞാൻ കുറെ കൂടുതലും മെലഡീസാ ചെയ്യുന്നത്. ഫാസ്റ്റ് നമ്പേഴ്സ് അത് കുറവാ. ഫാസ്റ്റും ചെയ്യും, നന്നായിട്ട് ചെയ്യും ഞാൻ. പക്ഷെ എന്നാലും മെലഡീസ് ഇതുപോലെ മെലഡീസ് ചെയ്യാൻ നല്ല മെലഡിയാണല്ലോ. ഇത് ഏതൊക്കെ കോണ്ടക്സ്റ്റിന് വേണ്ടിയാണ് അച്ഛൻ കൂടുതലും പാട്ടുകൾ ചെയ്തിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. പുതുവച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും പാട്ട് എഴുതി തരുമ്പോൾ ഞാൻ ട്യൂൺ കൊടുക്കുന്നല്ലാതെ ഇന്ന കോണ്ടക്സ്റ്റ് എന്ന് പറയാനില്ല. പക്ഷെ കുർബാനയുടെ നമ്മുടെ അന്ന് നമ്മൾ തുടക്കത്തിൽ പാടിയ അൽത്താരയിൽ അത് കുർബാനയുടെ ആരംഭം പാടുന്ന പാട്ടാണ്. അൽത്താരയുടെ ആ ഗാനത്തെ പറ്റി ഒന്ന് കേട്ടോളാം. അതാ പാട്ട് മാത്യു എലംകിലാണേ എഴുതിയത്. അൽത്താരൽ ആൽബമിലെ അച്ഛൻ എൻ്റെ ഞാനിത് 92 പാട്ടിന് സംഗീതം കൊടുക്കുന്നത്. അന്ന് കൊച്ചുമാത്തച്ഛൻ പിന്നെ ഞാൻ എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് 5 മാസം പോട്ടാശ്രമത്തിലുണ്ടായിരുന്നു. ആശ്രമത്തിൽ. അപ്പോൾ അവിടെ അച്ഛന്മാരും പടിയാരക്കുറിച്ച് ഇങ്ങനെ എല്ലാവരും ഒത്തിരി അച്ഛന്മാരുള്ളൊരു സമയമായിരുന്നു.
അപ്പൊ അവിടെ വെച്ചാണ് ഗ്ലോറിയ എന്ന് പറഞ്ഞ കാസറ്റ് ഇറക്കാൻ എല്ലാവരും കൂടി തീരുമാനിച്ചത്. അതിലെല്ലാ പാട്ടുകളും ഞാൻ ആ സംഗീതം കൊടുത്തത്. അതിലൊരു പാട്ടാണ് ഈ കൊച്ചുമാത്തച്ഛന്റെ അൾത്താരയിൽ ആത്മബലിയെ. അന്ന് തന്നെ ഹിറ്റായിരുന്നു. പക്ഷെ അതെന്നിട്ട് പിന്നീട് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ ഇറക്കിയ പാട്ട്. അപ്പൊ കുറേയും കൂടി ആ പാട്ട് ഹിറ്റായി. അങ്ങനെ ഉള്ളൊരു പാട്ട്. ഗ്ലോറിയയിലെ അന്നത്തെ പ്രധാനപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? എല്ലാം നല്ല പാട്ടുകളായിരുന്നു. ഒരു വേനൽ പക്ഷിയായി കേട്ടിട്ടുണ്ടോ? പിന്നെ പാടണല്ലോ, അതൊക്കെ എല്ലാവരുടെ മനസ്സിൽ കിടക്കുന്ന പാട്ടുകള്. ഒരു വേനൽ പക്ഷിയായി ഞാനലഞ്ഞു, കരതാരിൽ നാളമായി ഞാൻ വന്നു, മനതാരിൽ നോവുമായി ഞാൻ നടന്നു, ഹൃദയപ്പടിവാതിൽ തുറന്നു ഞാൻ കാത്തിരുന്നു. ദേവാ നിൻസനം നാഥാ നിൻ സ്പർശനം, നീ കനിഞ്ഞേകുന്ന ചുംബനം. ഞങ്ങള് ധർമ്മരാ കോളേജിലേക്ക് ഈ പാട്ട് ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്. ഇതിനല്ലേ ഞങ്ങളുടെ അതിലെ ആ കാസിലെ എല്ലാ പാട്ടുകളും നല്ല ഹിറ്റായിരുന്നു. കാരണം അത് പോട്ട ആശ്രമത്തിൽ നിന്ന് അന്ന് പോട്ട ആശ്രമമൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നുകൊണ്ടും ഈ കാസറ്റ് അവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ടും അതിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പാട്ടുകളെല്ലാം ക്ലിക്ക്. ആരെഴുതിയ പാട്ടുകളാണ് ഇതൊക്കെ? ഈ പാട്ട് ഫാദർ ജോൺ കണിശ്ശേരി ഇപ്പൊ പാടിയ പാട്ട് ഒരു വേനല്ലേ. അദ്ദേഹം വേറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അച്ഛന്റെ അത് എണ്ണം വേറും പാവം എന്നുള്ള പാട്ടുണ്ട്. ജപ്പക്കുരട്ടിയൊക്കെ സംഗീതം കൊടുത്ത് അത് കണിശ്ശേരിച്ചന്റെ പാട്ടാണ്. ഇത് കണിശ്ശേരിച്ചന്റെ പാട്ടാണ്. ഞാൻ പറയാം, കണിശ്ശേരിച്ചന്റെ വേറെ നല്ല ഹിറ്റായിട്ടുള്ള പാട്ട് എണ്ണം വേർ ആ പാട്ടാണ്. വേറെയും പാട്ട് അച്ഛൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഞങ്ങൾ സെയിം ബാച്ചാ. കണിശ്ശേരിച്ചൻ ഞാനൊക്കെ ഒരു ബാച്ചാണ്. പ്രതിഭകളുടെ ഒരു അങ്ങനെ ഒരു എന്താ പറയുക, പ്രത്യേക ഒരു സാഹചര്യം. നന്നൊരു പാട്ട് എഴുതുന്ന അച്ഛന്മാരുടെ കൂടെ കഴിയാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റുക. അല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ വേറൊരു സഭയിലായിരുന്നെങ്കിൽ എനിക്കറിയാൻ പാടില്ല ദൈവം എങ്ങനെ കൊണ്ടുനടക്കും എന്നുള്ളത്. അല്ല, ഈ സഭയിൽ ഈ ബാച്ചുകാരുടെ കൂടെ ഈ കാലഘട്ടത്തിൽ ഇഷ്ടം. അതുകൊണ്ട് പ്രൊവിൻഷ്യാലിലൊക്കെ പ്രത്യേകം ഞാനിപ്പോ 16 വർഷങ്ങളായി മ്യൂസിക് അക്കാദമി നടത്തിക്കൊണ്ട് പോവാം അങ്കമാലിലെ. മ്യൂസിക് അങ്കമാലി ഡിപ്പോളിൽ തന്നെ 16 വർഷങ്ങളായി. അല്ല, അതില് അച്ഛന്മാർക്ക് എന്തോ സുപ്പീരിയേഴ്സിനൊക്കെ അവർക്ക് എന്നെ വിശ്വാസമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്നാ പറയുക, എന്റെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക ചെയ്യും. വിശ്വാസമാണ് അല്ലേ എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ കൃത്യമായിട്ട് എല്ലാം ഓപ്പൺ ആയിട്ട് എല്ലാം പറയാറുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് അച്ഛന്മാർ ഹോം ഡേഡ് എന്ന് ഞാൻ സാധാരണ ഇത് ഞാൻ അവതരിപ്പിക്കാറുണ്ട്. ഈ മ്യൂസിക് അക്കാദമിയിൽ എത്ര പേര് പഠിച്ചിട്ടുണ്ടാവും? എന്റെ അടുത്ത് 3500ഓളം പേരെങ്കിലും പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പഠിപ്പിക്കുന്നത് അവിടെ? കീബോർഡ്, തബല, ശാസ്ത്രീയ സംഗീതം. ഞാൻ ശാസ്ത്രീയ സംഗീതം ഹിന്ദുസ്ഥാനി പഠിച്ചതുകൊണ്ട് ഹിന്ദുസ്ഥാനിയാണ് മിക്കവാറും പഠിപ്പിക്കുന്നത്. ഈ കർണാടക ഹിന്ദുസ്ഥാനിയായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല, ബേസിക് ആയിട്ട് അല്പം സ്വല്പമൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഗിറ്റാർ, വയലിനൊക്കെ ഉണ്ട്. ഞാൻ കീബോർഡും തബലയും ക്ലാസിക്കൽ മ്യൂസിക്. ഗിറ്റാറും വയലിനൊക്കെ പഠിപ്പിക്കാൻ വേറെ അധ്യാപകർ വന്ന് പഠിപ്പിക്കുകയെന്ന്. തബലയും സാധാരണ ഈ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവര്. അതെ. ഞാനത് എല്ലാം പഠിക്കാനുള്ള സാഹചര്യം ദൈവം എനിക്ക് തന്നു. അത് ബോംബെ വെച്ചാട്ടോ. ബോംബെ വെച്ച് ഞാൻ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന് പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഫാദർ ചാൾസ് സുഭാസ് SVD. വളരെ ഫേമസ് ആയ അച്ഛൻ മരിച്ചു പോയിട്ടോ. അയ്യോ, എന്തുമാത്രം ഹിംസ് ആൻഡ് ഭജൻസ് ധാരാളം ഇറക്കിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മ്യൂസീഷ്യന്മാരല്ല അച്ഛന്റെ കീഴെ പഠിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അച്ഛന്റെ കീഴെ ഞാൻ കീബോർഡ് ഒന്നുകൂടി ശാസ്ത്രീയമായിട്ട് പഠിച്ചു, തബല പഠിച്ചു, ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത ശൈലിയൊക്കെ. നല്ല ഭജൻ ഓർക്കുന്നുണ്ടോ? ഏറ്റവും ഫേമസ് ആയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു ഭജൻ? അത് പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് ഒത്തിരി ഭജൻസ്, ഒത്തിരി ഹിന്ദി ഭജൻസ് ഒക്കെ. പിന്നെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ലാറ്റിൻ കുർബാനയുമായിട്ടൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അച്ഛൻ എന്റെ ഒരു ഗുരുവാണ് ശരിക്കും പറഞ്ഞത്. എത്ര വർഷം അദ്ദേഹത്തിന്റെ 3.5 വർഷം? 3.5 വർഷം ഉണ്ടായിരുന്നു. അവിടെ പഠിച്ചതിന് വിശാരദ് എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ട്. അച്ഛന്റെ കീഴെ പഠിച്ച് പുറത്തു പോയി എക്സാം എഴുതി. സംഗീത വിശാരദ്. സംഗീത വിശാരദ് ഹിന്ദുസ്ഥാനിയില്.
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതാണ് അച്ഛന്റെ പാട്ടുകൾക്ക് ഒരു ഹിന്ദുസ്ഥാനി ചൊവ്വ. ഒരല്പം ഹിന്ദുസ്ഥാനി ചോക്ക. എനിക്ക് കൂടുതൽ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തോട് ഇച്ചിരി ആഭിമുഖ്യം തോന്നി. അഭിമുഖ്യമുണ്ട്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് അച്ഛന്റെ സംഗീത സ്കൂളിലൂടെ സംഗീതം പഠിച്ചു പോയത്. ഓക്കെ. അവരിൽ ഇപ്പം പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞരോ വാദകരോ സംഗീത ഉപകരണ വാദകരോ അങ്ങനെ അതിൽ ഒത്തിരി പേര്, ഒത്തിരി കുട്ടികൾ, അതായത് ഞാൻ അങ്ങനെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കുട്ടികൾ, അതായത് എനിക്ക് ഏകദേശം 60ഓളം കുട്ടികൾ 20 പള്ളികളിലായിട്ട് എൻ്റെ കുട്ടികൾ കീബോർഡ് വായിക്കുന്നുണ്ട്. അതാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. 20 പള്ളികളിൽ 60ഓളം കുട്ടികൾ 20ഓളം പള്ളികളായിട്ട് നമ്മുടെ അങ്കമാലി, എറണാകുളം അങ്കമാലി രൂപതയിലെ കാര്യം പറഞ്ഞേ, അത്രയും പിള്ളേർ വായിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കുറേ പേരും കൂടി പുതുതായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, പുറത്തിറങ്ങാൻ പോകുന്നത്. ഇവരെല്ലാരും ലൈവായിട്ടാണ് പാട്ട് വായിക്കുന്നത്, നോ പെൻഡ്രൈവ്. അതാണ് ഞാൻ അവിടെ വന്ന് എല്ലാ കുട്ടികൾക്ക് ഒരിക്കലും ഞാൻ ഫ്ലോപ്പി അല്ലെങ്കിൽ പെൻഡ്രൈവ് എന്ന് പറഞ്ഞ സംഗതി ഇട്ട് പഠിപ്പിക്കാറില്ല. എല്ലാം കൃത്യമായിട്ട് കൈകൊണ്ട് വായിക്കുന്ന രീതിയിലാണ് അവർ പരിശീലിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരിലെ സംഗീതജ്ഞരുണ്ടാവും, ഉപകരണം വായിക്കുന്നവരുണ്ടാവും. അതിലൊരാള് ഞാൻ പ്രത്യേകം പറയാം, എന്റെ അടുത്ത് കരയാമ്പറമ്പിലുള്ള ജോയി മാളിയേക്കൽ എന്ന് പറഞ്ഞ ഒരു ആള് 50 വയസ്സൊക്കെ ആയിട്ടുണ്ട്. 50 വയസ്സ്. പുള്ളി എൻ്റെ അടുത്ത് ആദ്യം പഠിച്ചൊരു 17-18 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച് കീബോർഡ് പഠിച്ച് നല്ല ഭംഗിയായിട്ട് കീബോർഡ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഏത് പാട്ട് കേട്ടാലും അതിൻ്റെ ആ ഇൻസ്ട്രുമെന്റൽ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ. പുള്ളി ഒരിക്കലും ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും പുള്ളിയെ വായിക്കാൻ വരുന്നത്. ഞാൻ പുള്ളി തന്നെ വിളിക്കുന്നത്. പുള്ളി ഒരൊറ്റ പാട്ട് പോലും പെൻഡ്രൈവ് ഇട്ട് വായിക്കാറില്ല. സാക്കല്ല കുർബാനയുടെയും ഏത് പുതിയ പാട്ടുകൾ കേട്ടാലും പുള്ളി സ്വയം അത് പഠിക്കും. കീബോർഡിൽ അതുപോലെ തന്നെ നോട്ടെടുത്ത് പഠിക്കും. അതാണ് ഒരു തപസ്സിലേക്ക് ഒരു തലമുറയെ വേറെ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതല്ല, അച്ഛൻ അങ്ങനെ ഒരു തലമുറയെ ഇങ്ങനെ മാനുവലായിട്ട് തന്നെ സംഗീതോപകരണങ്ങൾ വായിക്കാനുള്ള ഒരു പ്രചോദനത്തിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കൊടുക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുക വെച്ചാല് ഇവര് കുറച്ചാൾ പഠിച്ച് ഇവര് തന്നെ സ്വയം പിന്നെ പെൻഡ്രൈവിലേക്കും ഈ ഫ്ലോപ്പിലേക്കും മാറുക. അച്ഛന്മാര് പോലെ അതിന് പ്രോത്സാഹിപ്പിക്കുക. ഐ മീൻ ഈ പെൻഡ്രൈവ് ഇട്ട് വായിക്കാൻ എളുപ്പം കാര്യം നടക്കാൻ വേണ്ടിയിട്ടാ, കാര്യത്തിന് വേണ്ടി ഇവർക്ക്. ഞാൻ അതേസമയം എല്ലാ പാട്ടുകൾക്കും ഞാൻ കൊച്ചു പുതിയ പാട്ടുകൾക്കൊക്കെ ഞാൻ കൊച്ചു 2-4 ബാറൊക്കെ കുറച്ച് എൻ്റെ മ്യൂസിക് ഒരു ഇൻട്രോമോ BGM ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഞാൻ റെക്കോർഡ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരിത് പലതും വായിക്കാറില്ല വെച്ചാൽ ഇതാണ് കാരണം. കൊയറിൽ തന്നെയുള്ള പ്രശ്നം, അവരവരുടെ പള്ളികളിലെ കൊയറുകാർ തന്നെയുള്ള പ്രശ്നമാണ്. പിന്നെ ഒരു പരിധി വരെ അച്ഛന്മാർ തന്നെ ഇതിനെ ഡിസ്കറേജ് ചെയ്യാണ്, ഏത് മാനുവലായിട്ട് വായിക്കുന്നതിനോട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. നമ്മുടെ ചർച്ച് കൊയറിനെ പറ്റിയുള്ള അച്ഛന്റെ ഒരു കമന്റ് എന്താണ്? ചർച്ച് കൊയർ ഇത് തന്നെ കാരണം. ഇത് തന്നെ ചർച്ച് കൊയർ നമ്മൾ പറയും ആരവവും ബഹളമൊന്നും അല്ലല്ലോ. പള്ളിയിൽ നമ്മുടെ അതിൻ്റെതായ ഒരു ഡിവോഷണൽ ഫീലിംഗ് ആളുകൾക്ക് തോന്നണ്ടേ. ഇത് നമ്മൾ ഈ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ട്രാക്ക് അല്ലെങ്കിൽ അതിന്റെ കരോക്കെ എന്ന് പറയും, അത് അതേപടി അങ്ങ് ഇടുവാണ്. അതേപടി ഇടുമ്പോൾ അതെല്ലാം നല്ല ഹെവി ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും, ഇൻസ്ട്രുമെന്റ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അതെല്ലാം നമ്മൾ പള്ളി കേൾപ്പിക്കേണ്ട കാര്യമില്ല. പള്ളി കേൾപ്പിക്കേണ്ടത് പാട്ടും അതിൻ്റെ ചെറിയ ബിറ്റുകളുമല്ലോ, അതിൻ്റെ പാട്ടിന്റെ ട്യൂണും വരികളാണ് നമ്മൾ കേൾപ്പിക്കേണ്ടത്, മറ്റേതല്ല. ഈ പറഞ്ഞ പോലെ അതെല്ലാം കൂടി തള്ളി വരുമല്ലേ. കാരണം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഏതൊക്കെ കീബോർഡിൽ മൈനസ് ട്രാക്ക് എന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കരോക്കെ ഇടാൻ പറ്റുമോ എന്നുള്ള ഇവരൊക്കെ നോക്കുന്നത്. അതിനുള്ള വഴിയാ നോക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ എനിക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകാറുണ്ട്. ഒരു സംഗീത അധ്യാപകൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ ആ ഒരു നല്ല മനസ്സ് നമ്മുടെ ദേവാലയ സംഗീതത്തെ കുറച്ചുകൂടി ശുദ്ധിയുള്ളതാക്കി മാറ്റും. തീർച്ചയായിട്ടും ഇത്തരത്തിൽ അങ്ങയുടെ സംഗീതത്തിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രശസ്തമായത് നമ്മൾ ആദ്യം പാടിയ ഗാനമാണ് അല്ലേ? അതിനുശേഷം അങ്ങയുടെ മനസ്സിൽ അങ്ങ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈണം ഏതാണ്? ഒരു പാട്ടുണ്ട്. അത് പക്ഷെ അത് ശരിക്കും പറഞ്ഞ ഒരു ഭക്തിഗാനത്തിന്റെ ലെവലിലേക്കാളും വേറൊരു ഈശ്വര ഭക്തിഗാനം എന്ന രീതിയിലേക്ക് പോകുന്നതിന് ഒരു പാട്ടുണ്ട്. ഒരു സെക്കുലർ ആൾക്കും അത് ഇഷ്ടപ്പെടും. പുഴകൾ ഒഴുകുന്നതാർക്കു വേണ്ടി, പൂവുകൾ വിരിയുന്നതാർക്കു വേണ്ടി, ഇളങ്കാടിൻ മർമ്മരം കുയിലിൻ്റെ കൂജനം ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി. സർവം സൃഷ്ടിച്ച സർവേശ, സർവം ഭരിക്കുന്ന സകലേശ,
നിനക്കായി മാത്രം, നിനക്കായി മാത്രം ഈ വിശ്വസംഗീതം നിനക്കു മാത്രം. സർവം സൃഷ്ടിച്ച സർവേശ, സർവം ഭരിക്കുന്ന സകലേശ, നിനക്കായി മാത്രം, നിനക്കായി മാത്രം ഈ വിശ്വസംഗീതം നിനക്കു മാത്രം. ഇങ്ങനെ പോകുന്നത് അതിന്റെ വരികളെല്ലാം ഞങ്ങളുടെ ഫാദർ പോൾ പുതുവ എഴുതി അച്ഛൻ എഴുതിയ പാട്ടാ. 300-ൽ പരം പാട്ടുകളിലൂടെ അച്ഛൻ ലോകത്തിൽ 10,000 ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ ഒരു ആത്മീയമായ നിറവ് നൽകി കഴിഞ്ഞു. ഒരുപക്ഷെ കുടുംബത്തിലെ തുടക്കം മുതലുള്ള ആ ഒരു പ്രചോദനവും അല്ലേ? തീർച്ചയായിട്ടും കുടുംബത്തെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞ്. എന്റെ അമ്മ നല്ല പാട്ടുകാരിയായിരുന്നു. അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പള്ളിയിലെ പാട്ടുകാരിയായിരുന്നു. അത് അമ്മയുടെ പിന്നെ ചാച്ചനും പാടുമായിരുന്നു കേട്ടോ. പിന്നെ എന്റെ അനുജൻ ഒരു ജിജി ജേക്കബ് നല്ല പാട്ടുകാരാണ്, ശരിക്കും പ്രൊഫഷണൽ സിംഗറാണ്. പള്ളിയിലും പാടുന്നുണ്ട്. പുള്ളി ഒത്തിരി സ്ഥലങ്ങളിൽ കുർബാനയ്ക്ക്, കല്യാണം, അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ പാടാൻ പോകുന്നുണ്ട്. എന്റെ തന്നെ വർക്കില് 3-4 പാട്ടുകൾ പുള്ളി പാടിയിട്ടുമുണ്ട്. നല്ല സിംഗറാണ്. പിന്നെ എന്റെ ഏറ്റവും ഇളയ അനുജനും അച്ഛനാണ് ഫ്രാൻസിസ് പുത്തമ്പര. അച്ഛൻ ഇപ്പൊ ജർമ്മനി വർക്ക് ചെയ്യുന്നു. അച്ഛന് നന്നായിട്ട് പാടും, കീബോർഡ് വായിക്കുന്ന ആളാണ് ഫാദർ ഫ്രാൻസിസ് പുത്തമ്പര. ഞങ്ങളുടെ മറ്റേ പ്രൊവിൻസ് ആണെന്നുണ്ട്, സെന്റ് ജോസഫ് പ്രൊവിൻസ്. ഞാൻ മേരിമാത പ്രൊവിൻസിൽ. അച്ഛൻ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നത്. എത്ര സഹോദരങ്ങളാണ്? ഞങ്ങൾ 7 മക്കള്, ഒരു പെങ്ങളും 6 ആണുങ്ങളായിരുന്നു. മാതാപിതാക്കള് മാതാപിതാക്കൾ അപ്പം മരിച്ചു പോയി, അമ്മ ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്റെ ചേട്ടൻ, മൂത്ത ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽ മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ആണ് വീട്ടുവിശേഷങ്ങള്. ഗുഡ്നെസ് ടിവിയുടെ സ്നേഹം സഹനം സന്യാസം എന്ന ഈ പരിപാടിയുടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനായ ഒരു സംഗീത പ്രതിഭയാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പ്രത്യേകമായി അവതരിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഗാനങ്ങളുടെ ഉപജ്ഞാതാവായിരുന്നു ഈ അച്ഛൻ എന്ന് ഇന്ന് പുതിയതായിട്ട് ചിലരെ കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ജീവിതവും സംഗീത സാന്ദ്രമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള താളലയങ്ങളുടെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ ജീവിതാനുഭവങ്ങളായിട്ടുണ്ടാകുന്നുണ്ട്. അതിനെയെല്ലാം ദൈവം നമുക്ക് നൽകുന്ന ജീവിതാനുഭവങ്ങളുടെ താളപ്പിഴ വരാത്ത ഈ ഒരു സംഗീതമാക്കി മാറ്റാൻ നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ പുത്തമ്പര അച്ഛൻ നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കുകയാണ്. അച്ഛൻ്റെ സാന്നിധ്യത്തിലൂടെ അനേകായിരങ്ങൾക്ക് വീണ്ടും ആ പ്രചോദനം തുടരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെ ദൈവം വിരൽ തൊട്ടുണർത്തിയ മഹാപ്രതിഭകളുടെ കഥകളുമായി, ജീവിതാനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും ഇതേ വേദിയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.